വയനാടിന് വേണ്ടിയിട്ട് 154 കോടി രൂപ അങ്ങനെ എത്ര തന്നു എന്നാണ് ഇന്ന് കോടതിയിൽ. ഞാൻ പറയുന്നത് ആ തുക എങ്ങനെയാണ് കണക്ക് കൂട്ടിയത്? കേരളം ബാലൻസ് അക്കൗണ്ട് എത്രയുണ്ട് എന്ന കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1/4/2024 അതായത് 2024 ഏപ്രിൽ മാസത്തിൽ 584 കോടി രൂപ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഗഡു കൂടി കൂട്ടി 140 കോടി കൂട്ടി 544 കോടിയുണ്ട്. ആ പണത്തിൻ്റെ 50% നിന്ന് STRF മാനദണ്ഡങ്ങളിൽ ഉപയോഗിക്കാവുന്ന പണമാണല്ലോ കേന്ദ്രം കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞത്. അതായത് രേഖയിൽ പുതിയതായൊരു പണവും അനുവദിക്കാതെ കേരളത്തിൻ്റെ കയ്യിലുള്ള പണം ഇതിനകം തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത പണമില്ലേ? 2022, 2023 ഈ സാമ്പത്തിക വർഷങ്ങളിൽ 2 തവണകളിലായി കേരളം ഫ്ലഡിന് കൊടുത്ത പണത്തിൽ 1 രൂപ പോലും മാറ്റിയിട്ടില്ല. അത് വന്നാൽ കൊടുക്കേണ്ട അക്കൗണ്ടാണിത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച സംഖ്യ ബില്ല് വരുമ്പോൾ കൊടുക്കേണ്ട കാശിൽ നിന്ന് കണക്കിൽ കളി നടത്തിയിട്ട് ഒരു സംഖ്യ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, തർക്കമെന്താ? ഈ വർഷത്തെ 291 കോടി കിട്ടിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? കിട്ടി. ആ പണം ചൂരൽമലയിൽ ആവശ്യത്തിന് പ്രത്യേകമായി ചെലവഴിക്കാൻ പറ്റുമോ? നീലേശ്വരത്ത് വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ഈ കാശിൽ നിന്നാണ് എടുത്ത് ചെലവഴിച്ചത്. തിരുവനന്തപുരത്ത് വീട് തകർന്നപ്പോൾ ഈ കാശിൽ നിന്നാണ് എടുത്ത് ചെലവഴിച്ചത്. അതിനൊരു മെമ്മോറാണ്ടവും വേണ്ട, അതിനൊരു കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ആവശ്യപ്പെടലും വേണ്ട. അത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിനോട് എത്ര ശത്രുതയുണ്ടെങ്കിലും ചൂരൽമല ഉണ്ടായില്ലെങ്കിലും 291 കോടി രൂപ കേരളത്തിന് തന്നേ തീരൂ. ആ പണമാണ് കിട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി മറ്റ് സാങ്കേതിക വശങ്ങൾക്ക് അപ്പുറത്ത് കോടതി ഒരു വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്, നിങ്ങൾ കേന്ദ്രത്തിനെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ കാര്യങ്ങൾ ശരിയാക്കും, എന്നാലല്ലേ കാര്യം ശരിയാവും എന്നുള്ള അർത്ഥത്തിൽ അവർ പ്രതികരിച്ചു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കോടതി നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കനുസരിച്ച് പ്രതികരിക്കാനാകില്ല. കോടതി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ വിവരം കിട്ടിയാൽ ആ പ്രതികരണത്തിന് അനുരോധമായി വ്യാഴാഴ്ച കോടതിയിൽ അക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തും. ഒരു പ്രയാസവും കേരളത്തിനില്ല. അതുകൊണ്ടാണ് കേരളം പറഞ്ഞത് C&AG ഓഡിറ്റ് നടത്തുന്ന ഒരു ഫണ്ടാണത്. അത് സ്വാഭാവികമായും അതിൻ്റെ ബില്ല് കിട്ടിയാലേ കണക്ക് പൂർണ്ണമായി പറയാനാകൂ. അത് കോടതിയിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടായാൽ ആ കുറവുകൾ തീർത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ കോടതിയുടെ മുമ്പാകെ ഹാജരായി വ്യാഴാഴ്ച കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കും. കോടതിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും നമുക്ക് 177 കോടി രൂപ കൈവശമില്ല എന്നാണ് കോടതി പറയുന്നത്. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജെയ്സന് തന്നെ അറിയാവുന്നൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ അപകടം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്വാൻസ് പണം ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തതുണ്ടാകാം. അതിന് ബില്ല് കിട്ടിയാൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, കോടതിക്കകത്ത് ഇക്കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. വ്യാഴാഴ്ച കൃത്യം കണക്ക് കൊടുക്കും. ഒരു ഓഡിറ്റുമില്ലാത്ത പണമല്ല ഇത്. C&AG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണമാണ്. നിങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, 291 കോടി കിട്ടിയില്ലേ? ഈ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ആ 291 കോടിയിൽ നിന്ന് വാടക കൊടുക്കാൻ പറ്റുമോ? ആ 291 കോടിയിൽ നിന്ന് 5000 രൂപ എക്സ്ട്രാ ഉള്ള അടിയന്തര സഹായം കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എത്ര കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? എത്ര കോടി STRF വന്നാലും ഈ ആവശ്യത്തിന് ചെലവഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് ചൂരൽമലയിൽ പ്രത്യേകമായ പാക്കേജ്, അഡീഷണൽ സഹായം, ഇതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മലയാളികളാണല്ലോ നമ്മളെല്ലാവരും. എന്തേ കേരളത്തിന് സെക്ഷൻ 13 പ്രകാരം ഈ കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കാത്തത്? ഞങ്ങൾക്ക് പറയണ്ടേ എവിടെയെങ്കിലും? കേരളം അത് ചെയ്തിട്ടാണ് പ്രതികരിച്ചത്. കേരള ബാങ്കിൽ ഉള്ള ഈ മേഖലയിലെ മുഴുവൻ കടവും എഴുതി തള്ളിയിട്ട് 4 മാസക്കാലമായി. ഏത് ലെവലിലാണ് ഈ ഈ ദുരന്തത്തെ നിങ്ങൾ കാണുന്നത്? അതും പറഞ്ഞില്ലല്ലോ. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. കേരളത്തിൻ്റെ അവകാശമാണ് കേരളം ചോദിക്കുന്നത്. കോടതിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പിന്നീട് നടത്താം.